നമസ്കാരം. ചാനൽ 91 ന്യൂസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ വോട്ടർമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വോട്ടർമാരെയാണ് ഈ പരിപാടിയിലേക്ക്. അതെ. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായ മഹോത്സവമാണ്. ഇന്ന് അവരുടെ ദിവസമാണ്. ജനാധിപത്യപരമായി ജനാധിപത്യത്തിൻ്റെ മഹോന്നതമായ ഒരു ഇടപെടലാണ്. നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആര് എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ്റെ ഒരു വോട്ടവകാശം വിനിയോഗിച്ചു തുടങ്ങി 7 മണിക്ക് തന്നെ രാവിലെ എല്ലായിടത്തും. അതെ നല്ല തിരക്കാണ്. എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കുണ്ട്, നല്ല ക്യൂ ഉണ്ട്. വളരെ ആവേശത്തോടു കൂടി ഈ ചൂടിനെ ഒക്കെ വകവെക്കാതെ തന്നെ, വലിയ ചൂടാണല്ലോ ഇപ്പോൾ, 40 ഡിഗ്രിക്ക് മുകളിലാണ് പല ജില്ലകളിലും ചൂട് അനുഭവപ്പെടുന്നത്. അതിനൊന്നും വകവയ്ക്കാതെ ഒരു പൗരൻ തൻ്റെ രാജ്യത്തിൻ്റെ ഭരണാധികാരി തിരഞ്ഞെടുക്കുന്ന കർത്തവ്യം നിർവഹിക്കുന്ന വലിയൊരു ജനാധിപത്യ പ്രക്രിയ നടക്കുകയാണ്. ഇതിൽ വേറെ സാർ, ഇതിലിപ്പോൾ നമ്മുടെ ജില്ലാ കളക്ടർമാരുടെ ഒരു വോട്ട് ചെയ്യണം എന്നുള്ള പ്രചരണ പരിപാടി, വലിയൊരു വലിയ ക്യാമ്പയിൻ മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള വലിയ ക്യാമ്പയിൻ. എനിക്ക് തോന്നുന്നത് TN ശേഷൻ തുടങ്ങി വെച്ച ആ ചില തിരഞ്ഞെടുപ്പ് മാറ്റങ്ങൾ തിരഞ്ഞെടുപ്പിൽ തുടരുന്നു. അത് പുതിയ തലങ്ങളിലേക്ക് എത്തുന്നു. കൂടുതൽ തലങ്ങളിലേക്ക് വൈവിധ്യമായ പരിപാടികളോടുകൂടി അത് നടത്തി വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. സാർ, ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ സാർ ഏകദേശം പല ജില്ലകളിലും യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ. നമുക്ക് കുറച്ച് ഇഷ്ടമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു സുഖകരമല്ലാത്ത രീതിയിൽ ഇത്തവണത്തെ പ്രചരണം പലപ്പോഴും ഈ വ്യക്തിഹത്യകളിലേക്ക് മാറി. അത് ഒരു നല്ല രീതിയാണോ? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പരമപ്രധാനമായ ഒരു വിഷയം കൂടെ ചർച്ച ചെയ്ത് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിലെ തിരഞ്ഞെടുപ്പും ഇന്ത്യയിൽ ആകമാനം നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് സുപ്രധാനമായ 2 കേസുകൾ കോടതികളിൽ എത്തി. കേരളത്തിൽ വന്ന കേസ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരത്തെ BJP NDA സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക കൊടുത്തതിൽ സ്വത്തുക്കളുടെ വിവരം മറച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഒരു കോൺഗ്രസ് പ്രവർത്തകനും തള്ളിക്കളഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങളാണ് നമുക്കിവിടെ ചർച്ചാ വിഷയം. കാരണം ഇന്ത്യൻ ഭരണഘടന, അപ്പോൾ കോടതി പറഞ്ഞത് എന്താ, നിങ്ങൾക്ക് അങ്ങനെ തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ചുള്ള നിയമപരമായ നടപടിയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാനുണ്ടായ കാരണം അതിൻ്റെ ഏറ്റവും കോടതിയുടെ ആ വാക്കിൻ്റെ മർമ്മപ്രധാനമായ സ്ഥാനം അവിടെ എഴുതി വെക്കപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയിൽ അംബേദ്കറാണ്. അതെ, തീർച്ചയായും. തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങളിൽ കോടതി ഇടപെടലുകൾ പാടില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ നിയമത്തിൻ്റെ ഏറ്റവും മഹോന്നതമായ സ്ഥാനത്തിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണല്ലോ ഫൈനൽ. ആ സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ അവകാശമില്ല എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ ഒരു ഭരണഘടന ലോകത്തെങ്ങുമില്ല സർ. വല്ലാത്തൊരു ദീർഘവീക്ഷണം. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്, ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ പത്രിക സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയും ഈ വിഷയത്തിൽ ഇടപെടാൻ കോടതിക്ക് സാധ്യമല്ല. നിങ്ങൾ ഇതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്തോളൂ. 1. 2, ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരാമർശം VVPAT സംബന്ധിച്ചാണ്. VVPAT സംബന്ധിച്ച് സംശയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. ആരോപണത്തിന്റെ ഭാഗം. അപ്പം അതിൽ കോടതി അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ പറഞ്ഞിരിക്കുന്നു. വിധി വന്നിട്ടില്ല, വിധി പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. പക്ഷേ കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത്, കോടതി പറഞ്ഞത്, സംശയത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് അവകാശമില്ലെന്ന്. സംശയത്തിന്റെ പേരിൽ. അപ്പൊ തെരഞ്ഞെടുപ്പ് കോടതിയേക്കാൾ മുകളിലാണ്. അപ്പോൾ കോടതിക്ക് പോലും ഒരു പടി മുകളിൽ തെരഞ്ഞെടുപ്പ് നടപടിച്ചട്ടം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകൾ നിൽക്കുന്നു എന്നതാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് ഇതിൽ കൂടുതലൊരു സത്ത ഈ ലോകത്തിന് മുമ്പിൽ വെക്കാൻ വേറെ ഇല്ല. അതാണ് ഭാരതത്തിൻ്റെ ഭരണഘടന. അംബേദ്കർ എഴുതി വെച്ച ആ ഭരണഘടന
അതിനൊട്ടും തന്നെ മൂല്യശോഷണം വരാതെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ കാത്തുസൂക്ഷിച്ച രണ്ടുപേരും മരിച്ചു. യശശരീരനായ ടി.എൻ. ശേഷനെ കുറിച്ച് ഓർത്തുകൊണ്ട് വേണം നമുക്കിതിലേക്ക്. അതെ അതെ, തീർച്ചയായും. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പരമാധികാരം ഉപയോഗിച്ച വ്യക്തി ടി.എൻ. ശേഷൻ തന്നെ. അതെ അതെ, തീർച്ചയായിട്ടും. സാറ്, ഞാൻ നേരത്തെ ചോദിച്ചതിലേക്ക് വന്നില്ല. ഇപ്പം നിരവധി, ഇപ്പോൾ ശൈല ടീച്ചർ പിന്നെ തിരിഞ്ഞു മറിഞ്ഞ് അങ്ങനെയല്ല ഫോട്ടോയാണ് എന്നൊക്കെ പറഞ്ഞു വന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ കുറിച്ച്, അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ, ഇപ്പം ആൻ്റണി സാറിൻ്റെ മകൻ അനിൽ ആൻ്റണിയെ കുറിച്ച്, അത് എന്താണ് സാർ ഈ ജനാധിപത്യം ചർച്ച ചെയ്യാതെ ഇത്തരം വ്യക്തിഹത്യകൾ ചെയ്യുന്നത്? അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയല്ലേ സാർ? ഇപ്പോൾ നമ്മുടെ ശൈലജ ടീച്ചർ ബൂമറാങ് പോലെ സ്ഥാനം തിരിച്ചു വന്നൊരവസ്ഥ. അതെ അതെ അതെ. കാരണം ടീച്ചർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നാണ് ഇത് പറഞ്ഞത്. ടീച്ചർ പൊട്ടിക്കരഞ്ഞു. അതെ അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിലും അതിലുപരി ഒരു നല്ല മന്ത്രിയായിരുന്ന ഒരു വനിത എന്ന നിലയിലും കേരളത്തിൽ ഒട്ടേറെ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്കപ്പുറത്തേക്ക്, പൊളിറ്റിക്സിന് പുറത്തേക്ക് ബഹുമാനിക്കുന്ന ഒരു പൊതുമുഖമാണ് ടീച്ചർ. തീർച്ചയായും. അപ്പോൾ എന്ത് ചെയ്തു, മാധ്യമങ്ങൾ ഇത് കേട്ടപാടെ മാധ്യമങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് പേര് ബൂസ്റ്റ് ചെയ്തു. പക്ഷേ ഇതിനിടയിൽ നമ്മൾ മറ്റു കാര്യം ഓർക്കണം സാർ, ഈ ഒരു സൈബർ ആക്രമണം ഈ തുടങ്ങി വെച്ചത് ഈ CPM അല്ലേ? അതിപ്പോ തിരിച്ചടിച്ചു. CPM-ന്റെ VS അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴുള്ള നമ്മുടെ ഈ മണിയാശാൻ ഉൾപ്പെടെയുള്ളവർ എന്തെല്ലാം പറഞ്ഞു. അതെ അതെ. അത് അതിനകത്ത് വേറൊരു കാര്യം കൂടെ, കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു. എൻ്റെ ഉമ്മ സങ്കടപ്പെട്ട സങ്കടം, എൻ്റെ ഉമ്മയുടെ കണ്ണുനീര്. ഷാഫിയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഷാഫി പറഞ്ഞു, ഷാഫിയുടെ ഉമ്മയെ വരെ അതിനകത്ത് വലിച്ചെടുത്ത് സൈബർ ആക്രമണം മറുഭാഗത്തു നിന്ന് നടത്തി എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി അയാൾ പറയുന്നു. ഒരു കാര്യം ഉണ്ട് ഇതിൽ, ഈ ഷാഫിയെ പോലെ ഇന്നത്തെ തലമുറ, ഷാഫിയെ പോലെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം MLA ആണ്, വളരെ ചെറുപ്പത്തിലെ പൊതുരംഗത്ത് പ്രവർത്തിച്ചു വന്ന കേസിലൂടെ നേതാവാണ്. അയാൾ പക്വതയില്ലാതെയും വിവേകമില്ലാതെയും ഒന്നിനും ഇറങ്ങി പുറപ്പെടും ചാടി നമ്മൾ പെട്ടെന്ന് ധരിക്കാൻ പാടില്ല. അപ്പം അത് കുറച്ചുകൂടെ ശൈലജ ടീച്ചറെ ആരോ പറഞ്ഞ് ധരിപ്പിച്ചാണ്. ശൈലജ ടീച്ചർ സ്വയമായിട്ട് എടുത്ത തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല. ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിലൊരു സ്റ്റണ്ട് ഇറക്കി വിട്ടതാണ്. കാരണം അത് പാർട്ടിയുടെ അണികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുണ്ടായ ഒരു നീക്കമാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അത് അപകടത്തിലേക്ക് തന്നെ തിരിച്ച് തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ പാടില്ലായിരുന്നു. ടീച്ചറെ പോലെ ഒരാൾ പെട്ടെന്ന് തന്നെ കയറി ആ ഒരു അത്തരം പ്രതികരണം അന്വേഷിച്ചിട്ട് വേണമായിരുന്നു ചെയ്യാനെന്നൊരു അഭിപ്രായമാണ് അതിനകത്ത് പൊതുയിടങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു വിഷയം. അതെ, ജനാധിപത്യത്തിന്റെ സൈബർ അതിക്രമങ്ങൾ തീർത്തും കർശനമായി നിരോധിക്കേണ്ടതും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അതിന് കർശനമായി നൽകും. കാരണം രാഷ്ട്രീയ പാർട്ടിക്ക് പൊതുസമൂഹത്തോട് ഒത്തിരി കടപ്പാടുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അവർ പാർട്ടി വളർത്തൽ മാത്രമല്ല, പൊതുസമൂഹത്തോടും രാജ്യത്തോടും നാടിനോടും ഉള്ള അവരുടെ കമ്മിറ്റ്മെന്റ്. അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോലും അധികാരമല്ല വിഷയം. അധികാരത്തിൽ വരാതിരിക്കാം, ജനാധിപത്യ സംവിധാനം, ജയിക്കാം തോക്കാം. പക്ഷേ സമൂഹത്തിനോടും രാജ്യത്തിനോടുള്ള കടമയിൽ നിന്ന് ഇത്തരം വില കുറഞ്ഞ നടപടിക്രമങ്ങൾ തരംതാണ പരിപാടിയാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് നമുക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്. ശരിയാണ് സാർ. നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഇലക്ഷൻ സർവേകൾ. അതെ അല്ലേ? ഇത്തവണ സർവേ നടത്താത്ത, നമ്മുടെ ചാനൽ ഉൾപ്പെടെ സർവേ നടത്താത്ത ഒരു ചാനലുകളുമില്ല. അതെ. പിന്നെ മറ്റ് ഏജൻസികളെയൊക്കെ ഇതൊന്നും ആധികാരികമായോ ശാസ്ത്രീയമായോ ഉള്ള ഒന്നല്ല. ശരി, കൃത്യമായി പറഞ്ഞാൽ സർവേകൾ ആധികാരികമായി നടത്തുന്ന ഏജൻസികൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പ്രതിഭാസം ഇതൊരു കൊയ്ത്തുത്സവമാണ്. ഈ സർവേ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഒരു ഭാഗത്തൂടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനും വ്യൂവേഴ്സിനെ കൂട്ടാനും പരസ്യം കൂടുതൽ സമാഹരിക്കാനുമുള്ള ഒരു മാർഗമായിട്ട് സർവേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ചാനലുകൾ ഉൾപ്പെടെ എല്ലാം ചെയ്യുന്നു, കാണുന്നു. രണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു സാമ്പത്തിക ഇടപെടലുണ്ട്. അതെങ്ങനെയാണ്? അത് എന്താ പറയുന്നത്, പെയ്ഡ് ന്യൂസ്, ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത്, അതെ, സാമ്പത്തിക ഇടപെടൽ നടക്കുന്നതായിട്ട് പല കോണുകളിൽ നിന്നും ഇങ്ങനെ സംസാരം ഉയരുന്നുണ്ട്. നമുക്ക് നേരിട്ട് അതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ പോലും അങ്ങനെ ചില വാർത്തകളൊക്കെ പല സ്ഥലത്തു നിന്നും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം, അപ്പോൾ ഇത് വരുന്നത് കൊണ്ട് എല്ലാവരും മത്സരിച്ച് സർവേ തന്നെ നടത്തും. ഇപ്പം ഒരു സർവേ നടത്തി നമ്മളെ ഒരു വിശകലനമാണ്, ഒരു അവലോകനമാണ്, അല്ലാതെ ആധികാരികമായി ഒരു സർവേ ഫലം
പ്രഖ്യാപിക്കാൻ ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളും അതുപോലെയുള്ള ഓൺലൈൻ ചാനൽ, ചില ഓൺലൈൻ ചാനലുകളൊക്കെ ഗംഭീരമായിട്ട് 10 ദിവസം തുടർച്ചയായിട്ട് അവലോകനങ്ങൾ നടത്തുക, സർവേകൾ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതൊന്നും ശാസ്ത്രീയമായിട്ടുള്ളൊരു സർവേ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ 1000 പേരെ കണ്ടു എന്ന് പറയുന്നു, 2000 പേരെ കണ്ടു എന്ന് പറയുന്നു. ലക്ഷക്കണക്കിന് വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ 1000 2000 ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 10 ലക്ഷത്തിന് മുകളിൽ മിക്ക ലോക്സഭാ മണ്ഡലത്തിലും വോട്ടർമാരുണ്ട്. അപ്പോൾ അത്രയും പേരുള്ളിടത്ത് നിങ്ങൾ 1000 2000 5000 വെച്ചുകൊണ്ട് ഒരു സർവേ നടത്തി തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായിട്ടൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കോടികൾ ചെലവ് വരും, നല്ല ചെലവ് വരും, ആയിരക്കണക്കിന് മാൻപവർ. അതെ, മാൻപവർ കാറ്റഗറി വൈസ് തിരിക്കണം. എന്ന് പറഞ്ഞാൽ അത് 18 വയസ്സ് തുടങ്ങി 65 വയസ്സ് വരെ പല ഘട്ടങ്ങളാണ്. അതിനകത്ത് ആണിനെയും പെണ്ണിനെയും തിരിക്കണം. സാമ്പത്തികമായിട്ടുള്ള ഘടന നോക്കണം. അപ്പോൾ സാധാരണക്കാരൻ എങ്ങനെ ചിന്തിക്കുന്നു, മിഡിൽ എങ്ങനെ ചിന്തിക്കുന്നു, അതിന് മുകളിലുള്ള നിലവാരത്തിൽ ചിന്തിക്കുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്തവരെങ്ങനെ ചിന്തിക്കുന്നു, വിദ്യാഭ്യാസം ഉള്ളവരെങ്ങനെ ചിന്തിക്കുന്നു, കൂലിപ്പണിക്കാരൻ എങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായിട്ട് തിരിച്ച് ഓരോ ഭാഗത്തുനിന്നും അത് മനസ്സിലാക്കി വന്നിട്ട് അതിനൊക്കെ ഒരു റിസർച്ച് വിങ് തന്നെ വേണം. സാർ, ഈ സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒട്ടും നല്ലതല്ലാത്ത ഒരു പ്രവണതയുണ്ട്. സാറിനറിയാലോ, നമുക്ക് ഒരു 70% പോളിംഗ് നടക്കുന്ന ഒരിടത്ത് 30% വോട്ട് ചെയ്യാത്തവർ, ഒരു പക്ഷേ 10% അവിടെ ഉള്ളവരായിരിക്കില്ല. ബാക്കിയുള്ള 20%-ൽ 18%-ഓളം സമ്പന്നരാണ് വോട്ട് ചെയ്യാത്തതെന്നുള്ള ദുഃഖകരമായ കാര്യമാണ്. അതായത് വലിയ വണ്ടികളും വലിയ വീടുകളും വലിയ സൗകര്യങ്ങളും ഒക്കെ ഉള്ളവർ, അങ്ങനെ ജീവിക്കുന്നവർ ഈ ബൂത്തിൽ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ മാറുവാൻ വേണ്ടിയാണ് ഈ കളക്ടർമാരുടെ ഇടം. അതെ. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടെ, കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചു. ഡോക്ടർ എം അനിൽകുമാറൊക്കെ, നമ്മുടെ കൊച്ചി മേയറൊക്കെ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചി നഗരത്തിലെ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോടി 6 കോടി 8 കോടി 10 കോടിക്കൊക്കെയുള്ള ഫ്ലാറ്റുകളൊക്കെ ആയിപ്പോൾ അവിടെയൊക്കെ വൻ സെക്യൂരിറ്റി സംവിധാനങ്ങളുമാണ്. ആർക്കും പ്രവേശനമില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയമായിട്ട് പോകുന്ന പാർട്ടി പ്രവർത്തകർക്ക് സ്ക്വാഡ് വർക്കിന് പോകാൻ പറ്റില്ല, കയറ്റി വിടുന്നില്ല. കാർഡ് പഞ്ച് ചെയ്യണം, കയറ്റി വിടുന്നേ ഇല്ല. അവിടെ താമസിക്കുന്നവർക്ക് ഈ ഒരു പൊതു ജനാധിപത്യ സംവിധാനത്തിൽ രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു പങ്കില്ലേ? അവരെ കൺവിൻസ് ചെയ്യിക്കണ്ടേ രാഷ്ട്രീയ പാർട്ടികൾക്ക്? തീർച്ചയായും അത് ശരിക്കും പറഞ്ഞാൽ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് 100%. അപ്പോൾ മേയർ പറഞ്ഞിട്ടുണ്ട്, ഓണേഴ്സ് അസോസിയേഷൻ്റെ എല്ലാം കൂടെ, റെസിഡൻസിൻ്റെ എല്ലാം കൂടെ യോഗം വിളിക്കാം എന്നൊക്കെ മേയർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വളരെ ഗൗരവമായിട്ട് ഇത് ഇടപെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഈ ഫ്ലാറ്റുകളിലേക്ക് കടന്നു ചെല്ലാനും അവരെ കൂടി ഇതിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനം കുറച്ചുകൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകേണ്ടത് തന്നെ ഉണ്ടായേ പറ്റുള്ളൂ. അതൊരു സാർ പറഞ്ഞത് വലിയൊരു സബ്ജക്റ്റാണ്. അത് ചർച്ച ചെയ്യേണ്ടതും പരിഹരിക്കപ്പെടേണ്ടത്. കൊച്ചി മാത്രമല്ല, കേരളം മുഴുവൻ, തിരുവനന്തപുരത്ത് എന്നാലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഈ ഫ്ലാറ്റുകളിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ. സുരക്ഷയുടെ ഭാഗമാണ്. പക്ഷേ ഈ ഒരു ദിവസത്തേക്ക് കൃത്യമായി വരുന്നവരുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ച് അവിടെ പോയി കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതെ. ഇപ്പൊ പോകുന്ന എല്ലാവരെയും കേട്ടണ്ട. ഇപ്പോൾ ഒരു 10 പേര് വന്നെങ്കിൽ ഒരു 3 പേർക്ക് അനുവദിക്കും. അഭ്യർത്ഥന കൊടുക്കണം, കാര്യങ്ങൾ പറയണം, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കണം. ഈ ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും കാണുന്നത് മാത്രമല്ല. സാറി പറഞ്ഞതുപോലെ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ ജനാധിപത്യ സംവിധാനത്തിന് കീഴിലുള്ളവരാണ്. തീർച്ചയായും അവർ താമസിക്കുന്ന ഫ്ളാറ്റും അവർ പോകുന്ന ഓഫീസും ഇതെല്ലാം ഈ വരുന്ന ജനപ്രതിനിധികളുടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലായിടത്തും പോളിംഗ് നടക്കുകയാണ്. വളരെ വിശദമായി തന്നെ നമ്മൾ പല ഘട്ടങ്ങളിൽ ഇലക്ഷന്റെ വിവിധ ചർച്ചകളും ന്യൂസുകളും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രേക്ഷകരുടെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അപ്പോൾ നമുക്ക് താൽക്കാലികമായി അഴിമതി, ഈ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വ്യക്തിഹത്യ, ഇപ്പൊ തന്നെ അനിൽ ആന്റണിക്കെതിരെ വ്യക്തിഹത്യ വന്നു. അവനെയൊക്കെ അകത്താക്കണം. ഈ ദല്ലാളിന്റെ പണത്തിന് വേണ്ടി ചെയ്യും. ദല്ലാള് ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് കേരള സമൂഹത്തിന് അറിയാം. ദല്ലാളിന്റെ പണി എന്താണെന്ന് അറിയാം. പേരിൽ തന്നെ അദ്ദേഹം ദല്ലാൾ എന്ന് പറയുന്ന ആ ഒരു നാമധേയം തന്നെ എവിടെ എത്തി നിൽക്കുമെന്ന് അറിയാം. പക്ഷെ അതൊന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നല്ല പ്രവൃത്തിയായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ ഇതാകാമായിരുന്നല്ലോ. അപ്പൊ ഈ സമയത്ത് ഇദ്ദേഹം ഇത് എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്തോ ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് സർക്കാർക്ക് വ്യക്തം. ഈ നന്ദകുമാർ പൈസ മേടിച്ചുകൊണ്ട് ചെയ്യുന്നത് അത് തന്നെ. അപ്പൊ അതുപോലെ തന്നെ അടുത്തൊരു സംഭവം,
സുരേന്ദ്രനെതിരായിട്ടൊന്നൊരു ഒരു ആക്ഷേപം. ഇത് രണ്ടും BJP കേന്ദ്രങ്ങളിലേക്കാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്ന് വന്നോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതും ഈ പറഞ്ഞതുപോലെ എന്താണ് അവർ പൈസ വാങ്ങിയെന്ന് പറയുന്നു, അത് ബാങ്കിലൂടെ വാങ്ങിയത്. ബാംഗ്ലൂർ ആരാണ് കൈക്കൂലി മേടിക്കുമോ? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ ആരോപണം ഉന്നയിച്ച ആൾ തന്നെ പറയണു സ്ഥലം വാങ്ങാനാണ് പൈസ കൊടുത്തത്. യെസ്, സ്ഥലം വാങ്ങാൻ കൊടുത്ത പൈസ എങ്ങനെ അഴിമതിയാകുന്നത്? ഒരിക്കലുമല്ല. അത് ബാങ്കിലൂടെ വാങ്ങിയതല്ലേ. വളരെ കാര്യക്ഷമമായി നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയക്കിടയിൽ ഇത്തരം മാലിന്യങ്ങൾ കൊണ്ടുവന്ന് വിതറി മലിനസമാക്കാൻ അതിരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു പൗരൻ്റെ കടമയാണ്, കടപ്പാടാണെന്നാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും. കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ എന്തായാലും ജനാധിപത്യം എന്ന ഉത്സവം പ്രത്യേകിച്ചും മലയാളികൾ ഒരു മഹോത്സവമാക്കി മാറ്റുകയാണ്. ഇനി കാത്തിരിപ്പാണ്. ഏകദേശം ഒരു മാസത്തോളമുള്ള, ഒരു മാസത്തിലധികമുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് ശേഷം അറിയാം കേരളത്തിൽ ഇത്തവണ പ്രത്യേകമായി എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതോ മുൻകാലങ്ങളിലെ പോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങൾക്കും അപ്പുറമുള്ള എന്താണ് നടന്നതെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ഷൻ സമയത്ത് ചാനൽ 91-നൊപ്പം നിന്ന എല്ലാ പ്രേക്ഷകർക്കും രാഷ്ട്രീയ വിശ്വാസികൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.